തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം 2-ാം ഭാഗം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം. തൻ്റെ കൃപയാൽ ദൈവം നമ്മെ രക്ഷിച്ചത് ഇനിയും രക്ഷിക്കപ്പെടാനുള്ളവർക്ക് മുന്നിൽ തൻ്റെ സാക്ഷികളായിരിക്കാൻ വേണ്ടി കൂടെയാണ്. മുൻപ് നാം പാപികളായിരുന്നപ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. അന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആത്മാവിൽ ഇല്ലായിരുന്നു. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ പാപച്ചങ്ങലകളിൽ നിന്ന് സ്വതന്ത്രരായി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് കൈവന്നു. നമ്മുടെ സൽപ്രവൃത്തികളൊന്നുമല്ല നമ്മെ രക്ഷിച്ചത്. ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം പ്രദർശിപ്പിച്ച കൃപയൊന്നു മാത്രമാണ് അതിനടിസ്ഥാനം. എന്നാൽ രക്ഷിക്കപ്പെട്ട അനന്തരം നാം ദൈവത്തെ ലോകത്തിന് മുന്നിൽ സാക്ഷിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം നമ്മുടെ സ്വഭാവത്തിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ്. സൽപ്രവൃത്തികൾക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം നാം ഉപയോഗിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. ലോകത്തിലെ എല്ലാവരെയും സഹായിക്കാനും എല്ലാവർക്കും നന്മ ചെയ്യാനും നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് കഴിയുന്നിടത്തോളം പ്രവർത്തിക്കാൻ ഉത്സാഹിക്കണം. രാത്രിയിൽ ഒരു വിളക്ക് ഒരു മുറി മുഴുവൻ പ്രകാശിതമാകാൻ കാരണമാകുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടും പ്രകാശം പരത്താൻ നമുക്കാകണം. ഉറവ് വെള്ളം എടുക്കുന്തോറും വീണ്ടും നിറയുന്നത് പോലെ നാം ചെലവായി പോകുന്തോറും നമ്മെ അധികം നിറയ്ക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിനായി പ്രവർത്തിക്കാൻ ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കാതിരുന്നാൽ നാം അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കുക. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന ശബ്ദം ഒടുവിൽ കേൾക്കേണ്ടതിന് നമുക്ക് ഉത്സാഹത്തോടെ ദൈവത്തിനായി വർദ്ധിച്ചു വരാം. ഗാഡ് ബ്ലസ് യു.